നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് UDF മുന്നണി വിപുലീകരണ ചർച്ചകൾ തുടങ്ങി. CPI-യെ UDF കൺവീനർ അടൂർ പ്രകാശ് മുന്നണിയിലേക്ക് ക്ഷണിച്ചു. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനും വരാമെന്ന് അടൂർ പ്രകാശ് ഡൽഹിയിൽ പറഞ്ഞു. മുന്നണി വിപുലീകരണ ചർച്ചകൾക്കായി 22-ാം തീയതി കൊച്ചിയിൽ UDF നേതൃയോഗം ചേരും. അതേസമയം വെൽഫെയർ പാർട്ടിയുമായി ചർച്ചയില്ല എന്ന് കൺവീനർ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടുകളുടെ കണക്കിൽ 80 മണ്ഡലങ്ങളിൽ UDF-ന് മുൻതൂക്കമുണ്ട്. എന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ LDF നില മെച്ചപ്പെടുത്തിയ സാഹചര്യത്തിൽ മുന്നണി വിപുലീകരിക്കുകയാണ് UDF ലക്ഷ്യം. കേരള കോൺഗ്രസ് CPI പാർട്ടികളെ ലക്ഷ്യമിട്ടാണ് UDF-ന്റെ നീക്കങ്ങൾ അത്രയും. തൽക്കാലം മുന്നണി വിടേണ്ട സാഹചര്യമില്ലെന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗം ആവർത്തിക്കുന്നുണ്ടെങ്കിലും ആ പാർട്ടിക്കുള്ളിലെ അസംതൃപ്തരെ കൂടെ കൂട്ടുകയാണ് UDF ലക്ഷ്യം. CPI-ക്കും മുന്നണിയിലേക്ക് ക്ഷണമുണ്ട്. CPI-യിലെ കുറേ ആളുകൾ അവർ പുനർചിന്തനം നടത്തി പലയിടങ്ങളിലും ഞങ്ങളോടൊപ്പം കടന്നു വരാനുള്ള അവസരം അവർ ഒരുക്കി. ആ ഒരുക്കിയതനുസരിച്ച് പലയിടങ്ങളിലും പല പഞ്ചായത്തുകളും തിരിച്ചുപിടിക്കുവാനുള്ള അവസരവും മറ്റും ഉണ്ടാക്കിയെടുക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവരെ നേരത്തെ തന്നെ സ്വാഗതം ചെയ്താണ് KPCC-യിൽ തന്നെ. മുന്നണി വിപുലീകരണ ചർച്ചകൾക്കായി 22-ാം തീയതി കൊച്ചിയിൽ UDF നേതൃയോഗം ചേരും. കൂട്ടായ തീരുമാനമെടുക്കുമെന്ന് അടൂർ പ്രകാശ് അറിയിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് എമ്മിന്റെ കാര്യത്തിൽ ജോസഫ് വിഭാഗത്തിന്റെ എതിർപ്പ് പ്രധാന ഘടകമാണ്. നിലവിൽ UDF-മായി സഹകരിക്കുന്ന PV അൻവറിന്റെ കാര്യത്തിലും 22-ന് തീരുമാനമുണ്ടായേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന കാര്യത്തിൽ പൊതുധാരണയുണ്ടാകും. ജയസാധ്യതകൾക്കനുസരിച്ച് വിട്ടുവീഴ്ചയുണ്ടാകുമെന്ന് UDF കൺവീനർ ഡൽഹിയിൽ പറഞ്ഞു. ഏതായാലും അധികാരത്തിലെത്താൻ വലിയ നീക്കങ്ങൾക്കാണ് UDF തുടക്കം കുറിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.